ഹായ് മക്കളെ, CM അക്കാഡമിയുടെ ഓൺലൈൻ എക്സാം ബാച്ചിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ എക്സാം ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും വീഡിയോ ഒന്ന് കണ്ടേക്കുക. കാരണം ഒരു നല്ലൊരു കിഡിലൻ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊരു +2 വിദ്യാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവരായിരിക്കും, കേരളത്തിൻ്റെ പല ഭാഗത്തായിരിക്കും, കേരളത്തിന് പുറത്തുള്ളവരായിരിക്കും. ഈ റിവിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ഉഴപ്പിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ റിസൾട്ടിനെ കാര്യമായി ബാധിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അപ്പോൾ റിവിഷൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പല മെത്തേഡുകളുണ്ട്. ജനറലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫോളോ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തെ സമയം കൊടുക്കും, എന്നിട്ടൊരു 5 ചാപ്റ്റർ പഠിക്കാൻ പറയും. 2 ദിവസത്തോ 3 ദിവസമോ കൂടുമ്പോൾ അതിൻ്റെ ഒരു നീറ്റ് മോഡൽ എക്സാം നടത്തും. എന്നാൽ CM അക്കാഡമിയിൽ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആ ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാനിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാം സീരീസ് ബാച്ചാണ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. മുഴുവനായിട്ടൊന്ന് കണ്ടോളൂ. എന്താണ് ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങളിതിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ട ടൈമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഓരോ 4-5 മണിക്കൂർ സമയം കൂടുമ്പോഴും എക്സാംസ് കണ്ടക്ട് ചെയ്യുക എന്നതാണ് ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ 4 ദിവസം കഴിഞ്ഞിട്ടോ അല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോലുമല്ല, ഒരു ദിവസത്തിൽ തന്നെ 5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് എക്സാംസ് നടത്തുന്ന ഒരു പ്രത്യേകതരം എക്സാം രീതിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് കണ്ടോ മോനെ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 4-ാം തീയതി വെനസ്ഡേ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതിലേക്ക് കുറേ ചാപ്റ്ററുകളുടെ പേരൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറയുന്നത് നീറ്റ് വിദ്യാർത്ഥികൾക്കും JEE വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. JEEയുടെ സെഷൻ 2 വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. JEEയിൽ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മാത്സ് ഞങ്ങളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം നല്ലൊരു ശതമാനം JEE വിദ്യാർത്ഥികളും മാത്സ് സെലക്റ്റീവായിട്ട് പഠിക്കുന്നവരാണ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. JEEയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എബോവ് ആവറേജ് വിദ്യാർത്ഥിക്ക് എങ്ങനെയെങ്കിലും JEE ഒന്ന് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവന് ആ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. മാത്സ് സെലക്റ്റീവായിട്ട് പഠിക്കൽ തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധി. ഇനി ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ എക്സാം ബാച്ചിന് JEEക്കും നീറ്റിനും ഡിഫറൻറ്റ് ഫീസാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യം ഈ S1, S2, S3, S4 എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കാണണം മക്കളെ. S1 എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി മുതൽ 10 മണി വരെയുള്ള സമയമാണ് S1. അതൊന്ന് ഒരു സെഗ്മെൻ്റാണ്, ഒരു ടൈമിനെ ഞാനൊരു സെഗ്മെൻ്റ് ആക്കിയതാണ് S1. S2 എന്ന് പറഞ്ഞാൽ കേൾക്കണേ, 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ, ഉച്ചക്ക് 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള 5 മണിക്കൂറിൻ്റെ പേരാണ് ഞാനിതിൽ സൂചിപ്പിക്കുന്ന S2. S3 എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെയുള്ള സമയമാണ്. S4 എന്ന് പറഞ്ഞാൽ കേൾക്കണേ, ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയമാണ്. അതെന്താണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എടാ മക്കളെ, വെനസ്ഡേ S1 രാവിലെ 5 മണി മുതൽ 10 മണി വരെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് എന്ന ചാപ്റ്ററാണ്, +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ. എന്നിട്ട് 10 മണിക്ക് അതിൻ്റെ ഒരു എക്സാം അവിടെ നടക്കും. 10 മണിക്ക് അതിൻ്റെ എക്സാം നടക്കും. അത് 30 ക്വസ്റ്റ്യൻ ആയിരിക്കും ആ എക്സാമിൽ ഉണ്ടാവുക. അപ്പോൾ ആ 30 ക്വസ്റ്റ്യൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്ന് അതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കാൻ, അതെന്തൊക്കെയാണ് തെറ്റിയത് എന്നൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്യാനുള്ള സമയമാണ് 11 മണി വരെ. 10 മണി മുതൽ 11 മണി വരെ എക്സാമും അതുമായി ബന്ധപ്പെട്ട സമയവുമാണ്. 11 മണി മുതൽ 4 മണി വരെ S2 ആണ്. ആ സമയത്ത് +1 കെമിസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വൈകുന്നേരം ഇതേപോലെ തന്നെ 4 മണിക്ക് അതിൻ്റെ ഒരു എക്സാം നടക്കും. 5 മണി വരെ ആ എക്സാമും അതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അല്ല സാറേ, അപ്പോൾ അത് ആകെ 2 മണിക്കൂറല്ലേ സമയം കിട്ടുള്ളൂ? അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ എക്സാം ഉണ്ടാവും, ഇവിടെ ഇതിൻ്റെ എക്സാം ഉണ്ടാവും, ഇവിടെ ഇതിൻ്റെ എക്സാം ഉണ്ടാവില്ല. തൊട്ടടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കേ, S1 രാവിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കുക, ഉച്ചക്ക് കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക, വൈകുന്നേരം 2 മണിക്കൂർ വീണ്ടും ഇതേ ലിവിങ് വേൾഡ് തന്നെയാണ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇവിടെ 2 മണിക്കൂർ, അവിടെ 2 മണിക്കൂർ, ടോട്ടൽ ലിവിങ് വേൾഡിന് 4 മണിക്കൂർ കിട്ടും. ആ രണ്ടാമത്തെ ദിവസത്തിൻ്റെ എൻഡിലാണ് ലിവിങ് വേൾഡിൻ്റെ എക്സാം നടക്കുക. അപ്പോൾ ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ടോട്ടൽ 2 ദിവസം കൊണ്ട് 5 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുന്നു. കളി മനസ്സിലായില്ലേ? വെരി നെക്സ്റ്റ് ഡേ 6-ാം തീയതി ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. എടാ, ഒരുപാട് ഡെപ്ത് ഉള്ള ചാപ്റ്റർ ആയതുകൊണ്ട് അന്നേ ദിവസത്തിൽ വേറെ ഒരു പണി നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല. അന്ന് ഓർഗാനിക് കെമിസ്ട്രി ഫുൾ ഇരുന്ന് പഠിച്ചേക്കുക. അന്ന് വൈകുന്നേരം S2ൻ്റെ അവസാനത്തിൽ, S1ലും S2ലും ഓർഗാനിക് ആണല്ലോ, S2ൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എത്ര മണിയാടാ? 4 മണിക്ക് അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. 4 PM അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും.
മനസ്സിലായില്ലേ? ഇതിപ്പോൾ JEE സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ബയോളജി അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കും. ആ സമയത്ത് അവന് മാത്സ് പഠിക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ അവന് പെൻഡിങ് ആയത് പഠിക്കാം. ജെയുടെ പാറ്റേണും ഇതേ ടൈം ടേബിളാണ്. ചാപ്റ്ററിൽ ബയോളജിയുടെ സമയത്ത് നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. അതിന് ഒഫീഷ്യലായി ഞങ്ങൾ എക്സാംസ് അറേഞ്ച് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്സ് പഠിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ, കോൺഫിഡൻസ് ഉള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിലേക്ക് ആ സമയം ചിലവാക്കുക. സാറേ, രാത്രി 7 മണിക്ക് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലേ എന്നതാണ് അടുത്ത ചോദ്യം. രാത്രി 7 മണിക്ക് ശേഷം, എടാ രാവിലെ 5 മണി മുതൽ 10 മണി വരെ പഠിക്കാൻ തന്ന ചാപ്റ്റർ കുറച്ച് വലുതാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ല, കുറച്ച് ഇൻഡെപ്ത് പഠിക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ 5 മുതൽ 10 വരെയുള്ള സമയത്തിനുള്ളിൽ ആ ചാപ്റ്റർ പഠിച്ച് തീർന്നില്ല എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പെൻഡിങ് ആകുന്ന ചാപ്റ്ററുകളും എക്സ്ട്രാ വർക്ക് ചെയ്യാനുമാണ് രാത്രി 7 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വിട്ടു തന്ന ടൈമാണ്. വൈകുന്നേരം 7 മണി വരെ ഞങ്ങൾ പറയുന്നത് പോലെ നടക്കുക. 7 മണിക്ക് ശേഷം ഞങ്ങൾ പറയുന്നത് പോലെ നടക്കുന്നതിനിടയിൽ സ്കിപ്പായി പോയത്, മിസ്സായി പോയത്, അറിയാത്ത ഭാഗങ്ങൾ, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് 7 മണിക്ക് ശേഷം അന്നേ ദിവസം പെർഫെക്റ്റ് ആക്കിയിട്ട് തീർക്കുക. റിഗ്രഷൻ ഇല്ലാതെ നിനക്ക് ഈ റിവിഷൻ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കുറ്റബോധം തോന്നില്ല. സൂപ്പറായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കണ്ടോട്രാ. അങ്ങനെ 7ാമത്തെ ദിവസം, സാറ്റർഡേ 7-ാം തീയതി E1 ആണ്. E1 എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വീക്കിലെ എല്ലാ ചാപ്റ്ററുകളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള നീറ്റ് ഓർ JEE മോഡൽ എക്സാമാണ് E1. ആ E1ൻ്റെ ടൈം വരിക, യുടെ ടൈം വരിക രാവിലെ 8 മണി മുതൽ 11 മണി വരെയാണ്. നീറ്റ് മോഡൽ എക്സാമാണ്. അപ്പോൾ അതിനാനുപാതികമായിട്ടുള്ള ടൈം കാണേണ്ടി വരും. അപ്പോൾ രാവിലെ 8 മണി മുതൽ 11 മണി വരെയാണ്. എടാ 11 മണിക്ക് ശേഷം അന്നേ ദിവസത്തിൽ നിങ്ങൾ ഫ്രീ ആണോ? അല്ല. S4 വരുന്നുണ്ട്. S4 എപ്പോഴാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, S4 ഉച്ചയ്ക്ക് 2 മണി മുതൽ 10 മണി വരെയാണ്, രാത്രി 10 മണി വരെ. അപ്പോൾ ആ ടൈം വളരെ വലിയൊരു ടൈമാണല്ലോ. 2 മണി മുതൽ എന്ന് പറഞ്ഞാൽ 3, 4, 5, 6, 7, 8, 9, 10, നിനക്ക് 8 മണിക്കൂർ ടൈം കിട്ടുന്നുണ്ട്. അവിടെയെല്ലാം ഞാൻ വലിയ ചാപ്റ്ററുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ കാർബൺ വലിയ ചാപ്റ്ററാണ്, നമുക്കറിയാം. രാത്രി 10 മണിക്ക് അതിൻ്റെ എക്സാം നടക്കും. കളി മനസ്സിലായോ? അപ്പോൾ സാറേ, അന്ന് E1 ഞങ്ങൾക്ക് 11 മണിക്ക് തീരുമല്ലോ? തീരും. ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ അടുത്ത സെഷൻ തുടങ്ങണേ? അതെ. അതുവരെ ഒരു 3 മണിക്കൂർ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നിനക്ക് എന്നെ ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? 8 മണി മുതൽ 11 മണി വരെ വലിയൊരു എക്സാം നടന്നിട്ടുണ്ട്. ആ എക്സാമിനൊന്ന് അനലൈസ് ചെയ്യണം. അവിടെ നിനക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. നിനക്ക് തെറ്റിപ്പോയത് എന്തെന്നുള്ളത് ഫോക്കസ് ചെയ്യണം. ശരിയായതിന് വിട്ടേക്കണം. ശരിയായത് പിന്നെയും ശരിയാക്കിക്കോളൂ. തെറ്റിയത് പിന്നെയും തെറ്റിക്കാനാ ചാൻസ്. മറക്കരുതേ, തെറ്റിയത് പിന്നെ ശരിയാക്കാനല്ല, തെറ്റിക്കാനാ ചാൻസ്. അതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് തെറ്റിയതും കിട്ടാത്തതൊക്കെ വർക്കൗട്ട് ചെയ്യാനാണ് ആ ഗ്യാപ്പിലുള്ള 3 മണിക്കൂർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 7-ാം തീയതി കഴിഞ്ഞു. 8-ാം തീയതി മുതൽ ആസ് യൂഷ്വൽ ദാ S1, S2, S3, S1, S2, S3 കണ്ടോ? S3യിൽ ഇവിടെ അനിമൽ കിങ്ഡം, ഇവിടെ അനിമൽ കിങ്ഡം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഇല്ല, ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഉണ്ട്, ഇവിടെ എക്സാം ഉണ്ട്. പിറ്റേ ദിവസം E2 ഉണ്ട്. ഓക്കെ. ആ E2 കഴിഞ്ഞിട്ട് നോക്കണേ, അന്നേ ദിവസം വേറെ ഷെഡ്യൂളൊന്നുമില്ല. ഹലോ, അന്നേ ദിവസം ഒരു ഷെഡ്യൂളും ഇല്ല. E2 എപ്പോൾ തീരും? ഉച്ചക്ക് 11 മണിക്ക് തീരും. എന്നിട്ട് ആ 11 മണി മുതൽ പിറ്റേന്നത്തെ N1 വരെ. N1 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. N1ഉം 8 മുതൽ 11 വരെയുള്ള എക്സാമാണ്. രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള എക്സാമാണ്, നീറ്റ് മോഡൽ എക്സാമാണ്. അതുവരെയുള്ള സമയം നീ ഫുൾ ഫ്രീ ആണ്. അന്ന് ഞങ്ങളുടെ ഒരു ഷെഡ്യൂളും ഇല്ല. പക്ഷേ N1 എന്താണെന്ന് കേട്ടോളണേ. N1 എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഫുൾ ചാപ്റ്ററാണ്. അപ്പോൾ E2 എന്താ? E2 എന്ന് പറഞ്ഞാൽ ആ ഒരു വീക്കിൽ പഠിക്കാൻ തന്ന, ആ ഒരു സെഗ്മെൻറ്റിൽ പഠിക്കാൻ തന്ന 2 ചാപ്റ്ററുകൾ മാത്രം. ഇത് മാത്രം. ഇതാണ് E2. ആ E1ലും E2ലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കൂടിയതാണ് N1. വിച്ച് മീൻസ് ഒരു സാധനം മറക്കാൻ അനുവദിക്കില്ല. ഇടയ്ക്ക് അതിൻ്റെ എക്സാം ആസ് യൂഷ്വൽ. ഇതാക്കണ്ടോ? അടുത്ത ദിവസം ഇങ്ങനെ അടുത്ത് കഴിഞ്ഞു. ഇവിടെ എക്സാം, ടോട്ടൽ 5 എക്സാം കഴിഞ്ഞു. E3 വരുന്നു. E3 ആരാ? E3 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ചാപ്റ്റേഴ്സാണ് E3. അന്ന് E3ക്ക് ശേഷം S4 ഉണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്. രാത്രി 10 മണിക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാം നടക്കും. നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങി. അടുത്തത് വന്നു. E4 നടന്നു. E4ന് ശേഷം ഒന്നുമില്ല, ഷെഡ്യൂളില്ല. വിച്ച് മീൻസ് ഈ N2 വരാനുണ്ട്. N2ൽ ആരാ? ഈ വട്ടം മുതൽ, ഫസ്റ്റ് മുതൽ ഇതുവരെയുള്ള ഫുൾ ചാപ്റ്ററിൻ്റെ നീറ്റ് മോഡൽ എക്സാം. അന്ന് 11 മണിക്ക് അത് തീരും. അന്ന് വൈകുന്നേരം വീണ്ടും S4 ഉണ്ടാകും. റേ ഓപ്റ്റിക്സ് വലിയ ചാപ്റ്റർ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പൊന്നുമക്കളെ നോക്കിക്കോ. അപ്പം ഫെബ്രുവരി കഴിഞ്ഞു. മാർച്ച് എത്രാം തീയതി നോക്കിക്കോട്ടടാ? 16-ാം തീയതി ആകുമ്പോഴേക്കും, മാർച്ച് 16-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും തീരും. ഇവിടെ 18-ാം തീയതി ആകുമ്പോഴേക്കും ഫിസിക്സും കെമിസ്ട്രിയും തീരും. N6 നടക്കുന്നതോടുകൂടെ, N6 എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഫുൾ ചാപ്റ്ററാണ്. അതിലെ അന്നത്തെ രാത്രിയിലെ റൊട്ടേഷനോടുകൂടെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി തീരും. അതോടുകൂടെ JEE സ്റ്റുഡൻസിൻ്റെ എല്ലാ ചാപ്റ്ററും തീരും. ബയോളജിക്കാർക്ക് കുറച്ച് ചാപ്റ്റർ ബാക്കി ഉണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ബയോടെക് 1, 2, ഓർഗാനിസം, ബയോമോളിക്യൂൾ, ബയോടെക്, സ്ട്രക്ചറൽ, മൈക്രോബ്സ്, എക്കോസിസ്റ്റം,
ബയോഡൈവേഴ്സിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സ് ബയോളജിക്കാർക്ക് പെൻഡിങ് ഉണ്ടാവും. അത് ഈ പറയുന്ന സെഗ്മെൻറ്റിലൂടെ ബയോളജിക്കാരുടേത് തീരും. അപ്പോഴേക്ക് ഇതാ കണ്ടോട്ടോ, ഇവിടെ വെച്ച് ആര് തീർന്നു? ജെഇക്കാരുടെ എല്ലാ ചാപ്റ്ററും തീർന്നു. പിന്നെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കണ്ടോ J1, J2, J3, J4, J5, J6 ഇങ്ങനെ വരുന്നുണ്ടോ? ഇതൊക്കെ എന്താ? JEE മോഡൽ എക്സാംസ് ആണ്. ഏതുവരെ? ഇതാ നെക്സ്റ്റ് മന്തിൽ എവിടെ വരെ? ഏപ്രിൽ 2-ാം തീയതി JEE സെഷൻ 2 തുടങ്ങും. അതുവരെ ഏപ്രിൽ 2-ാം തീയതി JEE സെഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. അതുവരെ JEEക്കാർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ JEEയുടെ ഫുൾ ടെസ്റ്റ് നടക്കും. മനസ്സിലായല്ലോ? നീറ്റുകാർക്ക് അപ്പം എന്താ സംഭവിക്കുക? നീറ്റുകാർക്ക് ഇതാ നീറ്റിനുള്ള ഇതാണ് ഞാൻ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കണേ. ബയോഡൈവേഴ്സിറ്റി ഇവിടെ തീർന്നു. തൊട്ടടുത്ത ദിവസം അഥവാ മാർച്ച് 23-ാം തീയതി 22-ാം തീയതി പരിപാടി കഴിഞ്ഞു കേട്ടോ. 23-ാം തീയതി +1 ഫിസിക്സിലെ പാർട്ട് 1 ഫുൾ ചാപ്റ്റേഴ്സ്. +1 ഫിസിക്സ് പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ടല്ലോ, ഫുൾ ചാപ്റ്റേഴ്സ്. +1 കെമിസ്ട്രി പാർട്ട് 1 നെക്സ്റ്റ് ഡേ. +1 ബയോളജി, +1 ഫിസിക്സ് പാർട്ട് 2, +1 കെമിസ്ട്രി പാർട്ട് 2, +1 ബയോളജി പാർട്ട് 2. എടാ ബയോളജിക്ക് 2 പാർട്ട് ഇല്ലാന്ന് എനിക്കറിയാം. ആ 2 പാർട്ട് ഞങ്ങൾ തിരിച്ചു തരും, എല്ലാം കൂടി താങ്ങൂല, അതുകൊണ്ട് പാർട്ടാക്കി തന്നു. +2 ഫിസിക്സ്, +2 കെമിസ്ട്രി, +2 ബയോളജി. നെക്സ്റ്റ് മന്ത് ഏപ്രിൽ ആകുമ്പോൾ +2 ഫിസിക്സ്, +2 കെമിസ്ട്രി, +2 ബയോളജി. ഇതോടുകൂടെ ആ പാർട്ട് വൈസ് എക്സാമുകളും തീർന്നു. എത്ര ആയിട്ടുള്ളൂ? ഏപ്രിൽ 4-ാം തീയതി ആയിട്ടുള്ളൂ. കറക്റ്റ് ഇനി ഒരു മാസമുണ്ട് നീറ്റിന്. അപ്പോഴേക്കും നമ്മൾ 2 റൗണ്ട് തീർത്തുട്ടാ. 2 അല്ല, നിങ്ങൾക്ക് ഈ N1, N2, N3, N4, N6 വരെ നടക്കുമ്പോഴേക്കും ഒരുപാട് തവണ അത് തീർന്നല്ലോ. N1 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആണല്ലോ. എന്തോരം തവണ തീർന്ന്? ഒരു 10-15 തവണ അവിടെ തന്നെ തീർന്നു. എന്നിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിലെല്ലാം ഫുൾ ടെസ്റ്റാണ്. നീറ്റ് മോഡലോട് നീറ്റ് മോഡൽ 1, 2, 3, 4, 5, 6, 7, 9, 10. ഇതാ ഇവിടെ 14. നെക്സ്റ്റ് ഡേ ഇതാ മെയ് 1-ാം തീയതി 15, മെയ് 4-ാം തീയതി ഇതാ 3-ാം തീയതി 16-ാമത്തെ നീറ്റ് മോഡൽ നടത്തും. ഈ നീറ്റ് മോഡൽ കണ്ടക്ട് ചെയ്യുന്നത് NTA ആയിരിക്കും, ഞങ്ങളല്ല. അതുവരെയുള്ളത് ഫുള്ള് ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. ഇത് മാത്രം NTA കണ്ടക്ട് ചെയ്യും. ഒറിജിനൽ നീറ്റ് എക്സാം വരും. അപ്പോടാ ഈ സീരീസിൻ്റെ ഇടയിൽ ഒരു 15ഓളം തവണ നിങ്ങൾ നീറ്റ് മോഡൽ എഴുതും, ഫുൾ ടോപ്പിക്ക്. അതിനുശേഷം ഫുൾ ടോപ്പിക്ക്, അതിൻ്റെ ഇടയിൽ പാർട്ട് ടോപ്പിക്ക്. മിനിമം 40 നീറ്റ് മോഡൽ എക്സാമെങ്കിലും ഈ പറയുന്ന മെത്തേഡ് പ്രകാരം നിങ്ങൾ പഠിച്ചാൽ വരാനിരിക്കുന്ന നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും. പിന്നെ എന്ത് പേടിക്കാനാടോ? ദാ പരീക്ഷ കഴിഞ്ഞു, ഹാപ്പി. കുഞ്ഞുമക്കളെ, ഈ എക്സാമിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എടാ ഇത് നമ്മൾക്ക് ഈ എക്സാം ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവുക CM അക്കാഡമിയുടെ ആപ്പിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോയിട്ട് ആദ്യം CM അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് CM അക്കാഡമിയുടെ ഒരു ആപ്പ് കിട്ടും. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് OTP വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കോഴ്സ് കാണാൻ പറ്റും. ഈ എലൈറ്റ് ബാച്ച് നിങ്ങൾക്കുള്ളതല്ല, ചിന്തിക്കേ വേണ്ട. അത് CM അക്കാഡമിയിൽ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെതാണ്, അത് ഇങ്ങോട്ട് നോക്കണ്ട. JEE എക്സാം ബാച്ച് JEEക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാം. നീറ്റ് എക്സാം ബാച്ചിന് അതും പർച്ചേസ് ചെയ്യാം. എടാ JEEക്ക് ഇതിന് വരുന്ന ഫീസ് വെറും 599 രൂപ മാത്രമേ ഉള്ളൂ. ഈ 3 മാസത്തെ കംപ്ലീറ്റ് കോഴ്സിന് നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് 599. ഇത് വേർത്തായിരിക്കും. ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടെ ചാടി നിന്ന് തന്നാൽ ഈ ഒരൊറ്റ എക്സാമിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ചിലപ്പോൾ ഈ വർഷത്തെ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് പോകും. JEEക്ക് മാത്സ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ചെറിയൊരു കുറവ്. നീറ്റിനാണെങ്കിൽ 999 ആണ്, 999 രൂപയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ചാപ്റ്ററിനും ഈ പറയപ്പെട്ട അടിപൊളി പാക്കേജിലൂടെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഡയറക്റ്റ് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടിൽ ചെറിയ സർവീസ് ചാർജുകളൊക്കെ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ 999 1000 ചെറിയൊരു ചാർജ് കൂടി അതിൽ എക്സ്ട്രാ വരുന്നതായിരിക്കും, ശ്രദ്ധിക്കുക. അതുപോലെ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡിലല്ലേ ഉണ്ടാവുള്ളൂ. ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്പ്. നോക്കുക, ഐഫോണിൽ ആപ്പിൾ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. അങ്ങനെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്, വെരിഫൈ യുവർ ഓർഗനൈസേഷൻ കോഡ്. ആ ഓർഗനൈസേഷൻ കോഡായിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് ഈ കോഡാണ്, HGNTIB എന്ന് അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഈ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പ് CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങളവിടെ ലോഗിൻ ചെയ്യുക, സ്റ്റോർ എടുക്കുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പേഴ്സണലി എന്നെ വിളിച്ച് ചോദിച്ചോ. ഇതിലെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങൾക്കും സെഷൻസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നോടാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ബാക്കി നമുക്ക് നിങ്ങൾ ആദ്യം കോഴ്സ് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതിയാണ് ക്ലാസ് ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 3-ാം തീയതി ഞങ്ങൾ അതുവരെ കോഴ്സ് പർച്ചേസ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിയിലാണ് ഉണ്ടാവുക. എല്ലാവരും കൂടെ ഉണ്ടാവണം, ഞങ്ങളും കൂടെ ഉണ്ടാകും. ഈ വർഷം എൻട്രൻസ് നമ്മൾ നേടിയെടുത്തിട്ട് തന്നെ കാര്യം. ബാക്കി പിന്നെ കാണാം.